നിർബന്ധമായിട്ട് ബുർക്കയൊക്കെ ധരിച്ച് മുഖമൊക്കെ മൊത്തം മറച്ചിട്ട് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന ചെറിയ സ്കൂളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് പഠിക്കണം. അതുകൊണ്ട് മറ്റൊരു പഠിച്ചുകൂടാ. കാരണം പഠിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നങ്ങളാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് ഇപ്പം. അപ്പം ധരിക്കണ്ട എന്നല്ല പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾക്ക് മറക്കണ്ടൊക്കെ മറക്കണം. പക്ഷേ ഒരു 10-16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം ഏകദേശം ശരിക്കും തട്ടമൊക്കെ ധരിച്ചിട്ട് സാധാരണ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന വേണമെങ്കിൽ ഫുൾ കൈ ഷർട്ടൊക്കെ ഇടുന്നതിന് വരുമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ സ്കൂളിൽ യൂണിഫോം തന്നെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഇത് ചില കാര്യങ്ങൾ, ചെറിയ നിസ്സാരപ്പെട്ട ചില കാരണങ്ങൾ അത് വലിയ വർഗീയ കലാപത്തിലേക്ക് പോലും എത്തിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം ഈ സുപ്രീം കോടതിൻ്റെ ഒരു വിധി വന്നതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, മനസ്സിന് ഒത്തിരി സമാധാനമുണ്ട്. കാരണം വെച്ചെങ്കിൽ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറയുന്ന എല്ലാം ഇതുണ്ടല്ലോ. നമ്മൾ ഒരു മനുഷ്യന്, എല്ലാ മനുഷ്യനും ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന വസ്ത്രം ധരിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ അത് അവരവർക്കുള്ള അവകാശത്തിൽപ്പെട്ട മൗലിക അവകാശമാണ്. അതിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിൻ്റെ ഈ ഉത്തരവ് കൂടി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു മനസ്സിന്